പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കെമിക്കൽ സെക്ടറിൽ നിന്നുമുള്ള മികച്ച ഓഹരിയായ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചും ഈ കമ്പനിയുടെ ഓഹരിയെക്കുറിച്ചും അറിയാം. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് ഇന്ത്യയിലും അന്തർദേശീയമായും കാർബൺ മെറ്റീരിയലുകളും രാസവസ്തുക്കളും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. കാർബൺ മെറ്റീരിയലുകൾ, കെമിക്കൽസ്, പവർ സെഗ്മെന്റുകൾ എന്നിവയിലൂടെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഇത് ആനോഡ് മെറ്റീരിയലുകൾ, LFP കാഥോഡ് മെറ്റീരിയലുകൾ, ലിഥിയം മൈനിങ് ആൻഡ് റിഫൈനിങ്, റീസൈക്ലിംഗ് മെറ്റീരിയലുകൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ കമ്പനി SDS, TDS, ASTM, കാർബൺ ബ്ലാക്ക് എന്നിവയുടെ നിർമ്മാണത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. ടയർ, പ്ലാസ്റ്റിക്, മഷി, വിവിധതരം കോട്ടിങ്ങുകൾ, ശുദ്ധീകരിച്ച നാഫ്താലിൻ, കൽക്കരി ടാർ പിച്ച്, പ്രത്യേക എണ്ണകൾ, ക്ലീൻ എനർജി, ആൻറ്റി കൊറോഷൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്ന നിരയാണ് കമ്പനിക്കുള്ളത്. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ലിഥിയം അയോൺ ബാറ്ററികൾ, പെയിന്റുകൾ, പ്ലാസ്റ്റിക്കുകൾ, ടയറുകൾ, അലുമിനിയം, ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ, അഗ്രോ കെമിക്കൽസ്, പ്രതിരോധം, നിർമ്മാണ രാസവസ്തുക്കൾ എന്നീ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് മുൻപ് ഹിമാദ്രി കെമിക്കൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ജൂലൈ 2016 അതിൻ്റെ പേര് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. 1987 സ്ഥാപിതമായ ഈ കമ്പനി ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അടുത്തായി ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി ചില മികച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടതായാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ആദ്യത്തേത് നഷ്ടത്തിലായിരുന്ന ബിർള ടയേഴ്സിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത് ടയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകമായ കാർബൺ ബ്ലാക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ കാർബൺ ബ്ലാക്ക് ഉൽപാദനത്തിൽ കമ്പനി മുൻപന്തിയിലാണ്. അടുത്ത നീക്കം EV മേഖലയിലെ വളർച്ച മുന്നിൽ കണ്ട് 4800 കോടിയുടെ വൻ നിക്ഷേപം കമ്പനി നടത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത് അടുത്ത 5-6 വർഷത്തിനുള്ളിൽ 2 ലക്ഷം ടൺ വാർഷിക ഉൽപാദന ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുകയും ഇതിലൂടെ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ആവശ്യമായ കാഥോഡ് ആക്റ്റീവ് മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഈ വൻ നിക്ഷേപത്തിലൂടെ 20,000 കോടിയുടെ അധിക വരുമാനമാണ് ഹിമാദ്രി ലക്ഷ്യം വയ്ക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 4185 കോടി രൂപയാണ്. ഇതുകൂടാതെ കമ്പനി EV സെഗ്മെന്റിന്റെ ശക്തി കൂട്ടാനായി സിലിക്കോണ, ഇൻവാതി ക്രിയേഷൻസ് തുടങ്ങിയ കമ്പനികളിൽ തന്ത്രപ്രധാനമായ 2 ഏറ്റെടുക്കലുകൾ ഈ അടുത്ത് നടത്തുകയുണ്ടായി. ഇതിൽ സിലിക്കോണയുടെ 13%, ഇൻവാതി ക്രിയേഷൻസിന്റെ 40% ഓഹരികളാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി വാങ്ങിയിരിക്കുന്നത്. ഈ 2 കമ്പനികളും സിലിക്കോൺ കാർബൺ ആനോഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നെക്സ്റ്റ് ജനറേഷൻ ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മിക്കുന്നവയാണ്. ഇത്തരം ബാറ്ററികൾ ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും കുറഞ്ഞ ചാർജിംഗ് സമയവും വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ശക്തി കേന്ദ്രമാവാൻ ഹിമാദ്രിക്ക് കഴിയും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇനി ഈ കമ്പനിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യമായി കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ അധികവും സൈക്ലിക്കൽ ബിസിനസ്സുകളാണ് എന്നതാണ്. രണ്ടാമതായി വികസനങ്ങൾക്കായി നിക്ഷേപിച്ചിരിക്കുന്ന ഉയർന്ന തുക കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കുമോ എന്നതാണ്. മറ്റൊന്ന്, കമ്പനിയുടെ ടയർ ബിസിനസ്സുകളിൽ MRF പോലുള്ള മറ്റ് വൻകിട കമ്പനികളിൽ നിന്നും നേരിട്ടേക്കാവുന്ന കിടമത്സരവും ലോകത്തെ ലിഥിയം അയോൺ ബാറ്ററികളുടെ 80% കൈയടക്കി വെച്ചിരിക്കുന്ന ചൈനയും ഈ കമ്പനിക്ക് വെല്ലുവിളി ഉയർത്തിയേക്കാം. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ഓഹരിയുടെ നിലവിലെ വിപണി മൂല്യം 20,441 കോടിയാണ്. PE റേഷ്യോ 45.72%, ഇൻഡസ്ട്രി PE 52.36 കടബാധ്യത വളരെ കുറഞ്ഞ കമ്പനി കൂടിയാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. ഈ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.2, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 50.26%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 5.16%, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 2.27%, റീറ്റെയിൽ നിക്ഷേപകർക്ക് 42.36% ഓഹരി പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ 400 രൂപ 75 പൈസയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 442 രൂപ 90 പൈസയും താഴ്ന്ന വില 133 രൂപ 50 പൈസയുമാണ്.
കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 357.5% ലാഭമാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഓഹരി 183.32% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് കൊടുത്തത്. എല്ലാ വീഡിയോകളിലും പറയാറുള്ളതുപോലെ ഒരു കാര്യം വീണ്ടും പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ചാനലിൽ വരുന്ന സ്റ്റോക്കുകൾ ഒരു തരത്തിലുമുള്ള റെക്കമെൻഡേഷനുകളുമല്ല, മറിച്ച് മികച്ച ഓഹരികളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. എല്ലാ ഓഹരികളും മികച്ച രീതിയിൽ ഗവേഷണം നടത്തി തന്നെയാണ് അവതരിപ്പിക്കാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാർക്കറ്റും പല ഓഹരികളും ഇപ്പോഴും ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇടിവും അത്യാവശ്യമാണ്. മാർക്കറ്റ് ഇടിയുന്നു എന്ന് കരുതി പേടിച്ചു മാറാതെ വിവിധ സ്റ്റോക്കുകൾ വില കുറഞ്ഞു വരുന്ന മുറയ്ക്ക് പലപ്പോഴായി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉയർന്ന നിലയിൽ വാങ്ങിയ പല മികച്ച സ്റ്റോക്കുകളും താഴ്ന്ന വിലയിൽ വീണ്ടും വാങ്ങി ആവറേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന തത്വം മറക്കാതിരിക്കുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച ഓഹരിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.